സുരേഷ് ഗോപിയെ വിമർശിച്ച പുളുത്തിയോസിനെ തൃശൂർകാർ പഞ്ഞിക്കിട്ടു. ഈ അടുത്ത കാലത്തൊന്നും ഒരു മെത്രായോളി ഇതുപോലെ നാട്ടുകാരുടെ തെറി കേട്ടിട്ടുണ്ടാവില്ല. ഇട്ടിരിക്കുന്ന വേഷം എന്താണെന്നറിയാതെ ക്രിസ്തുവിനെ പൊതുസമൂഹത്തിൽ നാറ്റിക്കുവാൻ നടക്കുന്ന മോന്റെ മോന്മാരിൽ പ്രധാനിയാണ് നിലവിൽ ഓർത്തഡോക്സ് സഭയുടെ തൃശൂർ മെത്രാൻ പുളുത്തിയോസ്. നിലവിൽ ഓർത്തഡോക്സ് പക്ഷത്താണെന്ന് പറയുവാൻ കാരണം നാളെ ആരെങ്കിലും എന്തെങ്കിലും പദവി കൊടുക്കാമെന്നൊന്ന് പറഞ്ഞാൽ ഈ കുലംകുത്തി അപ്പോൾ തന്നെ മറുകണ്ഠം ചാടും. അതാണ് ഇയാളുടെ ജനുസിന്റെ ഗുണം. ഈ മെത്രാനെ വിശ്വാസികൾ പുളുത്തിയോസ് എന്ന് വിളിക്കുവാൻ കാരണം ഇദ്ദേഹത്തിന് ശാപ്പാടും ചിലവിനുമെല്ലാം കൊടുത്ത് പഠിപ്പിച്ച് പട്ടം കൊടുപ്പിച്ച് മെത്രാനാക്കിയ യാക്കോബായ സുറിയാനി സഭയെ വഞ്ചിച്ച് ഒരു സുപ്രഭാതത്തിൽ യാക്കോബാ സഭാ വിശ്വാസികൾ പടുത്തുയർത്തിയ മണ്ണുത്തിയിലെ അരമനയും പള്ളികളും സകലമാന സ്വത്തുവകകളുമായി മറുകണ്ഠം ചാടി ഓർത്തഡോക്സ് പക്ഷത്തെത്തിയ ഒരു കുലംകുത്തിയാണിത്. വീട്ടിൽ കഞ്ഞി കുടിക്കുവാൻ പോലും മാർഗമില്ലാതെ നടന്ന ഇവനെ യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക തോമസ് പ്രഥമൻ ബാവയാണ് ചിലവിന് കൊടുത്ത് പഠിപ്പിച്ച് ആളാക്കി ഒടുവിൽ അന്ത്യോക്യയിൽ കൊണ്ടുപോയി പാത്രിയാർക്കീസ് ബാവയുടെ കയ്യിൽ നിന്നും മെത്രാൻ പട്ടം കൊടുപ്പിച്ചത്. പള്ളിയിൽ വന്ന് ആർത്തിയോടെ കഞ്ഞി കുടിക്കുന്ന, പോകാൻ നേരം വീട്ടിലേക്ക് ഒരാഴ്ചത്തേക്കുള്ള കഞ്ഞി പൊതിഞ്ഞു കെട്ടിക്കൊണ്ടുപോകുന്ന ഈ മണ്ണൂത്തി രാജനെ യാക്കോബായ സഭാംഗങ്ങൾ ഇന്നും മറന്നിട്ടില്ല. അന്നും ഗ്രഹണി പിടിച്ച് പിത്തശൂല പിടിച്ച് വയറ് തള്ളിയിരുന്നു. ഇന്ന് അതിഭക്ഷണം കൊണ്ട് വയറ് തള്ളി നിൽക്കുന്നു. മുത്തുറ്റി ജോർജിന്റെ വാങ്ങി തിന്ന് സഭയുടെ കേസ് നടത്തിക്കൊണ്ടിരുന്ന രേഖകളെല്ലാം കൊണ്ട മുത്തുറ്റി ജോർജിന് കൊടുത്ത് കേസ് അട്ടിമറിച്ച മുതലാണ് ഈ ഇരിക്കുന്നത്. ഉന്നത പദവികൾ കിട്ടുമെന്ന് കരുതി ഇയാൾ മറുകണ്ഠം ചാടുമ്പോൾ പിതാവിന്റെ സ്ഥാനത്തുണ്ടായിരുന്ന മെത്രാന്റെ കൗബീനം വരെ മോഷ്ടിച്ചുകൊണ്ട് ഇയാൾ കടന്നു കളഞ്ഞ മെത്രായോളി ആയതുകൊണ്ടാണ് ഇയാളെ പുളുത്തിയോസ് എന്ന് വിശ്വാസികൾ വിളിക്കുന്നത്. ഇയാളുടെ യഥാർത്ഥ പേര് മണ്ണൂത്തി രാജൻ എന്നായിരുന്നു. സ്വദേശം പിറവം ഏഴക്കരനാട്. ഇന്ന് ഓർത്തഡോക്സ് സഭയിൽ ഒരു രണ്ടാം കുടിക്കാരനെ പോലെ ആട്ടും തുപ്പുമേറ്റ് കിടക്കുന്നു. ആകെയുള്ള നേരം പോക്കാണ് പോരാളി ഷാജി പോലെയുള്ള പേജുകളിൽ കമന്റ് ഇടക്കം. മണ്ണൂത്തി രാജന്റെ നാറി ചരിത്രം യാക്കോബായ സഭാംഗങ്ങളോട് ചോദിച്ചാൽ അവർ പറയും. അത് പറയുവാൻ പക്ഷേ മിനിമം ഒരു മാസം എടുക്കും, അത്രയ്ക്കുണ്ട്. യാക്കോബക്കാരുടെ കാരുണ്യം കൊണ്ടാണ് ഇന്നും ഈ മുതൽ ജീവിച്ചിരിക്കുന്നത്. അല്ലായിരുന്നുവെങ്കിൽ അവർ പണ്ടേ ഈ കുലംകുത്തിയെ പഞ്ഞിക്കിടുമായിരുന്നു. ഇനി കാര്യത്തിലേക്ക് വരാം. ഈ മണ്ണൂത്തി രാജൻ പണ്ട് പഠിക്കുന്ന കാലത്ത് മൈക്കാട് പണിക്ക് പോകുമ്പോൾ മുതൽ CITU അംഗമായിരുന്നു. ഇപ്പോഴും സഹാബാണ്. അണ്ടംകമ്മികൾക്ക് അനുകൂലമായ പോസ്റ്റ് ഇടുക, പ്രസ്താവനകൾ ഇറക്കുക എന്നതാണ് പ്രധാന ജോലി. പോരാളി ഷാജിയുടെ സ്ഥിരം കണ്ടന്റ് കോൺട്രിബ്യൂട്ടറാണ് ഈ മണ്ണൂത്തി രാജൻ എന്ന മെത്രായോളി. ഇയാളെ ഇപ്പോൾ തൃശ്ശൂർകാരെടുത്ത് ഒടുക്കുവാൻ കാരണം കഴിഞ്ഞ ദിവസം ഇയാൾ നടത്തിയ ഒരു പ്രസ്താവനയാണ്. അതിപ്രകാരമായിരുന്നു: ഞങ്ങൾ തൃശ്ശൂർകാർ തെരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ച ഒരു നടനെ കാണാനില്ല, പോലീസിൽ അറിയിക്കണമോ എന്നാശങ്ക. തൃശ്ശൂരിൽ സുനിൽകുമാറിന് പോസ്റ്റർ ഒട്ടിക്കുവാനും പ്രചരണ പരിപാടികൾക്കും മുന്നിൽ നിന്നത് പോരാഞ്ഞ് സുനിൽകുമാറിന് വോട്ട് ചെയ്ത് മധ്യവിരൽ മഷിപുരട്ടി നിന്ന ആ മെത്രായോളിയാണ് ഞങ്ങൾ തൃശ്ശൂർകാർ തെരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ച ഒരു നടനെ കാണാനില്ല എന്ന് പോസ്റ്റ് ഇട്ടത്. ഇത് കണ്ട് തൃശ്ശൂരുകാർ അടങ്ങിയിരിക്കുമോ? തൃശ്ശൂരുകാർ പുളുത്തിയോസ് എന്ന മണ്ണൂത്തി രാജന്റെ നെഞ്ചത്ത് പൊങ്കാല ആരംഭിച്ചു. യാക്കോബായ സുറിയാനി സഭയുടെ കേസ് നടത്തിയ രേഖകൾ എല്ലാം മുത്തൂറ്റിന് കൊണ്ടക്കൊടുത്ത് വിശ്വാസവഞ്ചന കാണിച്ച് കേസ് തോൽപ്പിച്ച് മറുകണ്ഠം ചാടിപ്പോയ പോക്കിൽ വളർത്തി വലുതാക്കിയ മെത്രാന്റെ അടിവസ്ത്രം പോലും അടിച്ചു കൊണ്ടുപോയ ഒരു നികൃഷ്ടൻ നടത്തിയ പ്രസ്താവന കണ്ട് ഓർത്തഡോക്സ് റജി പുലിപ്ര ആ കമന്റിനടിയിൽ രേഖപ്പെടുത്തിയത് പ്രകാരമായിരുന്നു: പാത്രിയാർക്കീസ് ബാബ പണ്ടൊരു കാര്യം പറഞ്ഞിരുന്നു, എൻ്റെ കയ്യിൽ നിന്ന് മസ്നബ്സ വാങ്ങി ഇന്ത്യയിലേക്ക് പോയ ഒരുത്തനെ കാണാനില്ല എന്ന്. അതിനും പോലീസിൽ പരാതി കൊടുക്കണമോ? വന്ന വഴി മറന്നവരുടെ ഒരു വേവലാതി ഇതിലെല്ലാം ഉണ്ട്. നൂറുകണക്കിന് പൊങ്കാലകളിൽ ചിലത് മാത്രം ഞാൻ വായിക്കാം. രാഹുൽ കൊലോത്ത് കേരളത്തിൽ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് പെട്ടിയും കിടക്കയും എടുത്തുകൊണ്ടുപോയി ഹിന്ദുക്കളുടെ വീട്ടിൽ വലിഞ്ഞു കയറി ചെന്ന് അവരുടെ ദൈവങ്ങളെപ്പറ്റി തോന്നിവാസം പറഞ്ഞ് മതം മാറ്റുവാൻ നടന്ന് തല്ലു വാങ്ങിക്കൂട്ടുന്ന കുഞ്ഞാടുകളുടെ പുറകെ നടക്കാനല്ല തൃശ്ശൂർകാർ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത്. അഖിൽ മുനമ്പം വിഷയം വന്നപ്പോൾ ഡൽഹിയിലേക്ക് അയച്ച 19 വാഴകളുടെ കാര്യത്തിൽ ഇല്ലാത്ത ആശങ്ക തൽക്കാലത്തേക്ക് ഇപ്പോൾ വേണ്ട. ഈ പറഞ്ഞ നടൻ ജാതിയും മതവും നോക്കിയിട്ടല്ല ഓരോ കാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. പോൾ പി ജോസഫ്: മിലത്തിയോസെ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, പക്ഷേ ഇതുമാതിരി വൃത്തികേട് പറഞ്ഞാൽ പ്രതികരിക്കാതിരിക്കുവാൻ പറ്റില്ല. കാരണം എൻ്റെ പേര് പോൾ എന്ന പൗലോസ് എന്നാണ്. നോർത്ത് ഇന്ത്യയിൽ പോയി തെമ്മാടിത്തരം കാണിച്ചിട്ട് അത് സുരേഷ് ഗോപിയുടെ നെഞ്ചത്ത് വെക്കാമെന്ന് മെത്രാനെ നിങ്ങൾ ഓർത്താൽ അത് നല്ലതിനല്ല.
സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കുന്ന സുരേഷ് ഗോപിയെ വിമർശിക്കുവാൻ, വിശ്വാസികളുടെ നേർച്ചപ്പണം കൊണ്ട് 3 നേരം വെട്ടിവിഴുങ്ങുന്ന മെത്രാനെ താങ്കൾക്ക് നാണമില്ലേ സുരേഷ് ഗോപിയെ വിമർശിക്കുവാൻ? യേശു ക്രിസ്തുവിനെ തുണ്ടാക്കി വിറ്റ് ആ ക്രിസ്തുവിന്റെ പേരിൽ പണമുണ്ടാക്കി വിശ്വാസികൾക്ക് ഒരു ഗുണവും ചെയ്യാത്ത നിങ്ങളെപ്പോലെയുള്ള നാലാംകടക്കാർക്ക് പറഞ്ഞതല്ലേ ഈ മാതിരി ഡയലോഗ്? ഞാൻ സുരേഷ് ഗോപിയുടെ ഫാനല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പറുമല്ല, പക്കാ ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ടാണ് പ്രതികരിച്ചത്. വിമൽ കുമാർ: സുരേഷ് ഗോപി തൃശ്ശൂരിലെ ബോധമുള്ള വോട്ടർമാരുടെ വോട്ട് വാങ്ങി ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇമാതിരി കുറെ മതയോളികൾ എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുവാൻ നോക്കുവാണ്. ഇവരൊക്കെ പറഞ്ഞാൽ ഇവൻ്റെ വീട്ടുകാർ പോലും കേൾക്കുമോ? വർഗീസ്: ജോസഫ് മാഷ് കൈപോയി ആശുപത്രിയിൽ കിടന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാര്യ നിത്യവൃത്തിക്കായി തൊഴിലുറപ്പിന് പോയപ്പോഴും പിന്നീട് ഗതികേട് കൊണ്ട് ആത്മഹത്യ ചെയ്തപ്പോഴും അരമനയിൽ കണ്ടവന്റെ കാശിൽ അപ്പവും തിന്ന് വീഞ്ഞും കുടിച്ചിരുന്ന് കൊടുത്ത ഇയാൾ എവിടെയായിരുന്നു? ഊതല്ലേ കാർന്നോരെ, ഊതിയാൽ തീപ്പൊരി പാറും. നാണം കെട്ട പുളുത്തിയോസെ, കുപ്പായ കൂതാശ തൊഴിലാളി, നിനക്ക് നിന്റെ ചവയിലെ കുഞ്ഞാടുകളുടെ കുമ്പസാര കഥകൾ കേട്ട് അംശവടിയും തിരുമ്മിയിരുന്നാൽ പോരെ? നീ എന്തിനാ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാൻ പോകുന്നത്? കത്തോലിക്ക ചവയിലെ ചില കുപ്പായ തൊഴിലാളികൾ നോർത്ത് ഇന്ത്യയിൽ പോയി നിർബന്ധിത മതപരിവർത്തനം നടത്തുകയും മനുഷ്യക്കടത്ത് നടത്തുകയും ചെയ്യുമ്പോൾ ആ നാട്ടിലുള്ള ആളുകൾ പിടിച്ച് ആ ക്രിമിനലുകളെ പോലീസിൽ ഏൽപ്പിച്ചതിന് സുരേഷ് ഗോപി എന്ത് പിഴച്ചു? സുരേഷ് ഗോപിയെ തൃശ്ശൂരുകാർ MP ആക്കി ജയിപ്പിച്ചു വിട്ടത് നിന്റെ പാതിരികളുടെ ചന്തി കഴുകി കൊടുക്കുവാനാണോ? അത് നീയും നിന്റെ ലാടൻ മത്തായിയും ചെയ്തു കൊടുത്താൽ മതി. കുലംകുത്തിയായ നിന്നെ യാക്കോബക്കാർ വന്ന് അന്ന് ചവിട്ടിക്കൂട്ടിയിരുന്നു എങ്കിൽ മണ്ണൂത്തി രാജ, നീ ഇന്ന് പുളുത്തിയോസ് എന്നും പറഞ്ഞിവിടെ കമന്റ് അടിക്കുവാൻ കാണുമായിരുന്നു. അതിന് കർത്താവിന് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് നല്ലൊരു ഹല്ലേലൂയ പറയുക. ഒന്നുകിൽ നീ ആ നൈറ്റി ഇട്ട് കൂതാശപ്പണി നടത്തുക, അല്ലെങ്കിൽ ആ പഴയ മൈക്കാട് പണിക്ക് പോവുക. രണ്ടും കൂടെ, ഏത് ഊഞ്ഞാലാട്ടും ഉപദേശവും കൂടെ, രണ്ടും ഒരുമിച്ച് വേണ്ട എന്ന് ചുരുക്കം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.